ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? ഇന്നപ്പോൾ പോസ്റ്റ് പാർട്ടം സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഡെലിവറി സ്റ്റോറി പാർട്ട് 1ഉം പാർട്ട് 2 ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ മൂന്നാം ഭാഗം കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് എൻ്റെ ആ ഡെലിവറി സ്റ്റോറിയും പ്രഗ്നൻസി ആൻഡ് ഡെലിവറി സ്റ്റോറിക്ക് ഒരു അവസാനം കൊടുക്കണ്ടേ. അത് ഇത് കൂടി പറഞ്ഞു കഴിഞ്ഞാലാണ് അതിനൊരു കംപ്ലീഷൻ ആവുള്ളൂ. അതാണ് ഇത് കൂടി പറയാമെന്ന് വെച്ചത്. അപ്പം നമ്മൾ ഏതുവരെ പറഞ്ഞു നിർത്തിയത്? സൂര്യനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിൽ വന്നു. അങ്ങനെ ആ 28 ദിവസം അങ്ങനെ വിസിറ്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിസിറ്റേഴ്സിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. കുറച്ച് നേരത്തെ ജനിച്ച കുട്ടിയാണ്, അപ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം, അത് കാരണം അങ്ങനെ 28 കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഓക്കെ, അങ്ങനെ പിന്നെ 28 നന്നായിട്ട് ആഘോഷിച്ചു. ചരട് കെട്ടലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നൂലുകെട്ടൽ, അതെല്ലാം നന്നായിട്ട് ചെയ്തു. അപ്പോഴേക്കും അവൻ 2 കിലോയിലേ ഉണ്ടായിരുന്നുള്ളൂ ജനിക്കുന്ന സമയത്ത്. പിന്നെ അവൻ കുറച്ചുകൂടിയൊക്കെ ആ സമയത്തേക്ക് അവൻ കുറച്ചുകൂടി മാറി. ഒരു 28 ഒരു 56 ആയപ്പോഴേക്കാണ് അവൻ ശരിക്കൊരു മാറ്റം വന്നത് കേട്ടോ. അപ്പോഴേക്കും നല്ല തടിച്ച് ആ ഒരു കുട്ടികളുടെ പാകത്തിനുള്ള വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഓരോ മാസത്തിലും ഓരോ വെയിറ്റ് ഉണ്ടായിരിക്കുമല്ലോ, എന്നാ വെയിറ്റ്, അതിനോടൊക്കെ കറക്റ്റായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് എന്താണ്, ഇങ്ങനെ പാല് എടുത്തിട്ട് അവന് കുടിക്കാൻ പറ്റില്ല. ആദ്യത്തെ ഒരു കുറച്ച് ദിവസങ്ങൾ, ഒരു 2 ആഴ്ചയാണോ എന്ന് തോന്നുന്നു, വലിച്ചു കുടിക്കാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ പാലൊക്കെ എടുത്തിട്ട് വായിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ഒരു ഹോം നേഴ്സും ഉണ്ടായിരുന്നു കൂടെ. ആ കഥയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അത് കൂടി പറയുമ്പോഴേക്കും ഇത് വലിയ ലെങ്തി ആയി പോകും വീഡിയോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചുരുക്കി പറയാം. അപ്പോൾ അവർക്ക് നന്നായിട്ട് അറിയാം പാലൊക്കെ വായിലൊക്കെ ഒഴിച്ചു കൊടുക്കാനോ. പാല് 2 മണിക്കൂർ ഇടവിട്ടിട്ടാണ് അലാം വെച്ചിട്ടാണ് എണീറ്റിരുന്നത് ഇവന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. 2 മണിക്കൂർ തന്നെയാണ് ഞാൻ ആദ്യം ഒരു എക്സ്ക്യൂസ് ഇട്ട പോലെ തന്നെ എല്ലാ കാര്യത്തിലും ഞാൻ ഇങ്ങനെ ചില മിസ്റ്റേക്കുകളും പറയുന്നതിലൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് ഇപ്പോൾ ഒരു 15 വർഷമായില്ലേ, അതിൻ്റെ ഒരു കുറച്ചൊക്കെ മറന്നുപോയി ഉണ്ടായിരിക്കും, കറക്റ്റൊന്നും ആവില്ല എന്നാലും. അപ്പോൾ ആ ഒരു എക്സ്ക്യൂസ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ 2 മണിക്കൂറാണ് തോന്നണം അലാമൊക്കെ വെച്ച് എണീറ്റ് ഇങ്ങനെ പാലെടുക്കും. എന്നിട്ട് അതൊരു സ്പൂണിൽ വേറൊരു പാത്രം ഉണ്ടല്ലോ ചെറുത്, അതിലാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഹോം നേഴ്സ് തന്നെയാണ് ചെയ്തിരുന്നത്. ഒഴിച്ചു കൊടുക്കുന്ന അവർ ഭയങ്കര എക്സ്പെർട്ടാണ് ആ കാര്യത്തിലൊക്കെ. നമുക്കൊരു പേടിയാവും ഒഴിച്ചു കൊടുക്കാനൊക്കെ, കുട്ടിയുടെ ഇങ്ങനെ ചുമയ്ക്കുമോ അങ്ങനെയൊക്കെ ഒരു പേടി. അപ്പോൾ അതൊക്കെ ചെയ്തു. അങ്ങനെ അവന് ഒരു 56 ആയപ്പോഴേക്കും അന്ന് ജനിച്ച ആ സമയത്ത് നിന്നുള്ള ഒരുപാട് വ്യത്യാസം വന്നിട്ടാ. നല്ല അന്നിങ്ങനെ മെലിഞ്ഞിട്ട് ചെറിയ 2 കിലോ ഉള്ള ഒരു കുട്ടിയല്ലായിരുന്നു. പിന്നെ നന്നായിട്ട് മാറി. പിന്നെ വാക്സിനേഷനൊക്കെ എടുക്കാൻ അതിൻ്റെതായ സമയത്ത് വാക്സിനേഷൻ എടുക്കാനൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാധാ എല്ലാവർക്കും പ്രസവം കഴിഞ്ഞുള്ള എല്ലാവർക്കും വരുന്ന പോലെ തന്നെ, പലർക്കും വരുന്ന പോലെ തന്നെ ഈ നിപ്പിൾ ക്രാക്ക്, അതിനൊക്കെ കുറേ നടന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. ഇങ്ങനെ മാറില്ലായിരുന്നു. പിന്നെ ഏതോ ഒരു ഓയിൽമെന്റ് തേച്ചപ്പോഴാണ് അതിനൊരു മാറ്റം വന്നത്, ശരിക്കും മാറിയതൊക്കെ കേട്ടോ. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ആ കുട്ടി പാല് വലിച്ചു കുടിക്കുന്ന സമയത്തേക്ക് നമ്മളിങ്ങനെ സ്വർഗം നരകം കാണും എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു വേദനയാണ്. അത് അനുഭവിച്ചവർക്ക് അറിയാം നിപ്പിൾ ക്രാക്കൊക്കെ വന്നിട്ടുള്ളത്. അതേപോലെ പാല് വലിച്ചു കുടിക്കാൻ പറ്റാതെ പാലിങ്ങനെ കട്ടിയായിട്ട് ബ്രസ്റ്റിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ, അങ്ങനെ എല്ലാ അവസ്ഥയിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. അതൊക്കെ ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഉണ്ടാവുന്നതുമാണ്. അങ്ങനെ പിന്നെ 56 കഴിഞ്ഞു. പിന്നെ 90-ാണ് ഞാൻ കാടാമ്പുഴയ്ക്ക് ഇങ്ങോട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് വരുന്നത്. കൂട്ടിക്കൊണ്ടുവരില്ലേ 90-നാണ്. അപ്പം അതിൻ്റെ മുൻപ് ഞാനിങ്ങനെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ദിവസം, നമ്മൾ 1 വർഷമായിട്ട് ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു എത്ര മാസമായി ഉണ്ടാവും, 1 വർഷമായിട്ടില്ല. ഞാൻ ഏപ്രിലാണ് 2008 ഏപ്രിലാണ് ഞാൻ ഗൾഫിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഇപ്പോൾ 2008 ഡിസംബർ 14-നാണ് സൂര്യൻ ജനിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 3 മാസം, കറക്റ്റ് 90-ൻ്റെ അന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്, കൂട്ടിക്കൊണ്ടുവരിക അല്ലേ ആ ചടങ്ങ്, 90-ന് കൂട്ടിക്കൊണ്ടുവരിക. അതെ. അങ്ങനെ അതിൻ്റെ മുൻപുള്ള കുറച്ച് ദിവസങ്ങൾ ഞാനിങ്ങനെ പറയാൻ തുടങ്ങി വീട്ടിൽ, കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിടത്തണം. കാറിൽ കയറുമ്പോൾ, കാറിലല്ലേ വരിക, അപ്പോൾ കാറിൻ്റെ പുറത്തുനിന്ന് ആര് വേണമെങ്കിലും എടുത്തോട്ടെ, കുഴപ്പമില്ല, പക്ഷെ കാറ് കയറുമ്പോൾ എൻ്റെ മടി കിടത്തണം സൂര്യനെ. അതൊരു നിർബന്ധം പറഞ്ഞിട്ട് ഞാനിങ്ങനെ വിഷമിക്കാൻ തുടങ്ങി. അത് വേറെ കാറിൽ കയറുമ്പോൾ അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട്. അമ്മയും ചേച്ചിയൊക്കെ, അമ്മയൊക്കെ ആകെ
ഇതായിപ്പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ ഒരു നമ്മൾ അവിടുന്ന് എൻ്റെ അമ്മ ഏട്ടൻ്റെ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ കുഞ്ഞിനെ കൊടുക്കുക, അങ്ങനെ ഒരു ചടങ്ങ് പ്രകാരം അങ്ങനെ കൊടുത്ത് പിന്നെ അമ്മയൊക്കെയാണ് ഇങ്ങോട്ട് കാറ് കയറുകയൊക്കെ ചെയ്യുക. അങ്ങനെ കുഞ്ഞിനെ അവർ മടിയിൽ വയ്ക്കും, അങ്ങനെയൊക്കെ. അത് നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്കും അറിയാത്ത കാര്യമൊന്നുമല്ല. പക്ഷെ ഞാനിങ്ങനെ പറയാൻ തുടങ്ങി, അല്ലാതെ എനിക്ക് പറ്റില്ല, ഞാൻ കരച്ചിലിൻ്റെ ഒക്കെ അടുത്തേക്ക് എത്തി. എനിക്ക് എന്തോ ഒരു പേടി പോലെയായിരുന്നു ആ സമയത്ത്. അന്ന് എനിക്കറിയില്ല എന്താണ് ഇതൊന്നും, എനിക്കറിയില്ല കേട്ടോ. പറഞ്ഞ പോലെ തന്നെ ഈ പോസ്റ്റ് പാർട്ടം എന്നുള്ള വേർഡ് എനിക്ക് ഇപ്പോഴാണ്, ഈ അടുത്ത കാലത്താണ് ഞാൻ അധികം കേൾക്കാനും തുടങ്ങി, അത് എന്താണെന്ന് അറിയാൻ തുടങ്ങിയത്. അന്ന് എന്തോ എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും വലിയ അറിവൊന്നുമില്ല. എന്താണ് ലേഡീസിനൊക്കെ പ്രസവം കഴിഞ്ഞാൽ എന്തോ ഒരു വിഷമഘട്ടങ്ങൾ ഉണ്ട് എന്ന് ചെറുതായിട്ട് അറിയാം എന്നല്ലാതെ അത് അത്ര സീരിയസ് ആയിട്ട് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം എന്നുള്ള വേർഡോ ഒന്നും എനിക്കറിയില്ല. അമ്മയ്ക്കൊക്കെ അറിയണ്ടായിരിക്കും. അമ്മയ്ക്ക് അങ്ങനെ എന്താ പറയുക, അങ്ങനെ മാനസികമായിട്ടുള്ള ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഞാനിങ്ങനെ വാശി പിടിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഉണ്ടാവും. അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വാശിയോ അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു പ്രായമോ പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു തരം സ്വഭാവമോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, നമുക്ക് നോക്കാം, വഴി ഉണ്ടാക്കാം, നീ വിഷമിക്കേണ്ടാണ്. അല്ലാണ്ട് ഞാൻ കാറ് കയറില്ല എന്നുള്ളത് തന്നെ തീർത്തും പറഞ്ഞു ഞാൻ. എനിക്ക് സൂര്യ എൻ്റെ മടിയിൽ വേണം, അല്ലാണ്ട് ഞാൻ പോവില്ല എന്നുള്ളത് തന്നെ. അപ്പം ഇത്തിരി സീരിയസ് ആണെന്ന് മനസ്സിലായി അമ്മയ്ക്ക്. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ആക്കിയാലോ, എന്തോ ഭയങ്കര സീരിയസ് ആയിട്ട് എന്തോ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് എന്നുള്ളതുണ്ട്. പക്ഷെ ഞാൻ കാര്യമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ, ഈ അടുത്ത കാലത്തായിരിക്കും ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുക അതെന്താണ് അന്ന് ഉള്ളത്. അന്ന് ആരുടെ പറഞ്ഞിട്ടില്ല എന്താണ് എൻ്റെ മനസ്സിൽ നടക്കുന്നത് എന്ന്. അപ്പോൾ അതിൻ്റെ മുൻപ് ഈ വാക്സിനേഷനൊക്കെ എടുക്കാൻ പോകുമ്പോഴും അതെ, അവൻ എൻ്റെ മടിയിൽ തന്നെയാണ് കിടത്തുക. അപ്പോഴൊക്കെ ഞാനിങ്ങനെ പേടിക്കും. പുറത്തേക്ക് നോക്കാൻ എനിക്ക് പറ്റില്ല. എതിരെ വരുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ വന്ന് ഇടിക്കാൻ എന്തോ അങ്ങനെ ഒരു തോന്നലായിരുന്നു ഇങ്ങനെ പ്രസവം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഈ എന്താണ് ഇവനിപ്പോൾ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ മടിയിലല്ലാണ്ട് വേറൊരാളെ മടിയിൽ ഇരുത്തിയിട്ട് വരുമ്പോൾ വണ്ടി ആക്സിഡന്റ് ആവും. പുറത്തേക്ക് എനിക്ക് നോക്കാനേ പറ്റില്ല. അതാണ് ഇങ്ങനെ വരുന്ന വണ്ടികളൊക്കെ നമ്മളെ ഇടിക്കാൻ വരുന്ന പോലെ, ഇടിക്കുന്ന അങ്ങനത്തെ എന്തോ ഒരു പോലുള്ള ഒരു നെഗറ്റീവ് തോട്ട് എന്ന് പറയാൻ വേണമെങ്കിൽ, അങ്ങനെ ഞാൻ പോലും വിചാരിക്കേണ്ട ഇങ്ങനെ വരികയാണ്. എൻ്റെ മനസ്സിൽ അങ്ങനെ നിറയെ ഉണ്ടാവും അത്. അപ്പോൾ അത് എൻ്റെ മടിയിൽ അല്ലാണ്ട് വേറൊരാളുടെ മടിയിൽ ഇരുന്നിട്ട് വണ്ടി വന്ന് ഇടിക്കും. അപ്പം എന്ത് ചെയ്യും? ഞാനും അവനും വേറെ വേറെ അല്ലേ ഉണ്ടാവുക. അങ്ങനെയാണ് ഈ ആലോചിക്കുന്നത്. പക്ഷെ അത് ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കേൾക്കുമ്പോൾ പേടിയാവില്ലേ? അതൊക്കെ എനിക്കറിയാം, ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ പേടിയാവും എന്നുള്ളതറിയാം. പക്ഷെ എൻ്റെ മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ അന്ന് അത് കാറ് കയറുമ്പോൾ തന്നെ ഞാൻ അതിന് മുൻപ് തന്നെ അമ്മേനും ചേച്ചീനും തോണ്ടാൻ തുടങ്ങി. ഇത് എൻ്റെ മടിയിൽ തന്നെ കുഞ്ഞിനെ കിട്ടണം, അതിന് ഞാനിങ്ങനെ തോണ്ടാൻ തുടങ്ങി. അത് മറക്കരുത് എന്നുള്ള പോലെ, അല്ലാണ്ട് ഞാൻ കാറ് കയറില്ല എൻ്റെ മടിയിൽ. എങ്ങനെയൊക്കെയോ ചേച്ചിയും അമ്മയും എങ്ങനെയൊക്കെയോ ആർക്കും അതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ, ആർക്കും അത് അങ്ങനെ നോട്ടീസ് ചെയ്യാത്ത രീതിയിൽ എങ്ങനെയോ അവർ കാര്യം സാധിച്ചെടുത്തു. എൻ്റെ മടിയിൽ തന്നെ ഞാൻ അങ്ങോട്ട് കയറിയ സമയത്തോ അതോ അവർ കയറുന്ന സമയത്തോ എങ്ങനെയോ അവർക്കൊരു ബുദ്ധിമുട്ട്, എങ്ങനെയോ അത് എൻ്റെ മോൻ എൻ്റെ മടിയിൽ തന്നെ ആക്കി തന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കൊരു ഭയങ്കര വിഷമമുണ്ട് എന്നോ കരച്ചിലാവുന്നോ എന്തെങ്കിലുമൊക്കെ അവർക്ക് തോന്നിക്കാണും. അങ്ങനെ അതിന്ന് രക്ഷപ്പെട്ടു. ഞാനിങ്ങനെ കാടമ്പഴയ്ക്ക് വരുമ്പോഴൊന്നും ഞാൻ പുറത്തേക്ക് നോക്കിയിട്ടില്ല. പുറത്തേക്ക് നോക്കാൻ എനിക്ക് പേടിയാണ്. ഇങ്ങനെ കാറിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ, റോഡിലൊക്കെ പോകുമ്പോൾ മറ്റു വണ്ടികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി. പിന്നെ കുറച്ച് ദിവസങ്ങൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് തന്നെ പോവാം, വിഷു ഒക്കെ ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാം എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ടാണ് കേട്ടോ സംസാരിക്കുക. അതിങ്ങനെ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ ഒരു എന്തോ ഒരു പോലെയാണ്. ഇനി പറഞ്ഞു തുടങ്ങാം. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ എന്താ പറയാ, പിന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ അമ്മ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതായത് നമ്മൾ കുഞ്ഞിനായിട്ടൊക്കെ വരില്ല, അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യാറാവണം എന്നുള്ളത്. വേറൊരാളെ അനാവശ്യമായിട്ട് ഡിസ്റ്റർബ് ചെയ്യരുത്, അനാവശ്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത് എന്ന് ഉണ്ടായിരുന്നു. അതായത് കുഞ്ഞിനെ കുളിപ്പിക്കാനാണെങ്കിലും അപ്പിട്ടിട്ട് കഴുകാനാണെങ്കിലും എല്ലാം തന്നെ അവൻ്റെ
കാര്യങ്ങൾ, തുണി അലക്കുന്നതും എല്ലാം ഞാൻ തന്നെ, എല്ലാം ബാക്കിയുള്ളവരെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതിനെല്ലാം എല്ലാം ഒരു ഇതൊക്കെ തന്നിട്ടാണ് വിട്ടത്. എല്ലാം പഠിപ്പിച്ചു തന്ന് ഇങ്ങനെയൊക്കെ ആക്കണം എന്നുള്ളത് എല്ലാം ട്രെയിനിങ്ങും കഴിഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുളിപ്പിക്കാനാണെങ്കിൽ ഒരു വെള്ളം കൊണ്ടുവയ്ക്കണമെങ്കിൽ അതിന് മറന്നിട്ട് വേറൊരാളെ വിളിക്കരുത്, തോർത്തെടുക്കാൻ വേറൊരാളെ വിളിക്കരുത്, സോപ്പ് എടുക്കാൻ എടുത്തിട്ടില്ല മറ്റൊരാളെ വിളിക്കരുത്, അങ്ങനെ ഒന്നും ചെയ്യരുത്. എല്ലാം കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് എല്ലാം കൊണ്ടുവച്ചിട്ട് വേണം വെള്ളം ചൂടാക്കി കൊടുന്ന് കുഞ്ഞിനെ കുളിപ്പിച്ച് പിന്നെ ആ കുഞ്ഞിനായിട്ട് തന്നെ എണീറ്റ് അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത്, അങ്ങനെ എല്ലാം ഇങ്ങനെ ബാക്കിയുള്ളവരെ ഒന്നിനും അനാവശ്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത്. അങ്ങനത്തെ ട്രെയിനിങ് ഒക്കെ തന്നിട്ട് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പൊ അത് ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാട്ടോ. അങ്ങനെ ഞാനിവിടെ എത്തി. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അവിടെ നമ്മളെ വീട്ടില് ഇപ്പൊ പ്രസവമൊക്കെ അങ്ങനെയൊക്കെ കുഞ്ഞൊക്കെ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് റിലേറ്റീവ്സും ബന്ധുക്കളും നാട്ടുകാരും അയൽപ്പക്കക്കാരും ഒക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണല്ലോ, ഒരു കുഞ്ഞും ഒക്കെ ആയിട്ട് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണാനും ഒക്കെ ആയിട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ നാട്ടിൻ പുറമല്ലേ. അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇവന് തല ഇങ്ങനെ ആടുന്നു, ഇങ്ങനെ കഴുത്തുറയ്ക്കാത്ത എന്താ, കഴുത്തുറച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറയും, അതിനെന്താ 90 ഉള്ളൂ, 3 മാസമല്ലേ ആയിട്ടുള്ളൂ, ഇപ്പൊ തന്നെ എങ്ങനെയാണ്? അല്ലല്ല, എൻ്റെ പേരക്കുട്ടികൾ ഇങ്ങനെ ഒന്നല്ലായിരുന്നു. എൻ്റെ പേരക്കുട്ടികൾ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര തള്ളലായിരുന്നു. എൻ്റെ പേരക്കുട്ടികൾ ജനിക്കുമ്പോഴേ കഴുത്തുറച്ചിട്ടാണുള്ള പോലെയാണ് വർത്തമാനത്തിലൊക്കെ പറയുക. അത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് എന്നുള്ള പോലെയാണ്. ഞാനാണെങ്കിലോ അവൻ എപ്പോഴും ഇങ്ങനെ ഈ ഒരു പിടുത്താണ് പിടിക്കുള്ളൂ, കഴുത്തുനിന്ന് നമ്മൾ ഇത് വിടില്ല ഞാൻ. അങ്ങനെ തന്നെയാണ് ഡോക്ടേഴ്സ് പറയുകയും ചെയ്യുക. നമ്മളായിട്ട് കുട്ടീനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കൊന്നും വേണ്ട, ട്രെയിനിങ് കൊടുക്കൊന്നും വേണ്ട, അവരുടെ കഴുത്തുറയ്ക്കാൻ എന്നാണ് പറയുക ഡോക്ടേഴ്സ്. അത് ചില ആൾക്കാർ ചെയ്യും, നേരത്തെ ഉറക്കട്ടെ, നേരത്തെ തന്നെ ബാക്കിൽ പിടിവിട്ട കുട്ടികൾ ഇങ്ങനെ ആടിയിട്ട് അങ്ങോട്ട് ശരിയാവും എന്നാണ് പറയുക. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ നേരത്തെ കഴുത്ത് ഉറപ്പിക്കുന്നത്? അവരുടെ സമയം എടുത്ത് അവർ തന്നെ ആ ഒരു സമയമുണ്ട് അവരുടെ കഴുത്തുറയ്ക്കാനും അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനും. അത് അവർ ചെയ്തോളും. അത് നമ്മളായിട്ട് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുക. അപ്പം അങ്ങനെ ബാക്കിലൊരു സപ്പോർട്ട് നല്ല തന്നെയാണ് എന്നാണ് അവർ പറഞ്ഞു തന്നിട്ടുള്ളത്. അത് പ്രകാരം തന്നെ. പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണല്ലോ ഈ കുഞ്ഞിങ്ങനെ, നമുക്ക് അങ്ങനെ ഉണ്ടായ നോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പേടിച്ച് എന്താ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു പ്രസവവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ശ്രദ്ധയായിരിക്കും, എന്ത് ചെയ്യാനും പേടിയായിരിക്കും. അപ്പോൾ ഈ പിടി വിട്ടിട്ടില്ല. പക്ഷെ അപ്പം അവർ പറയുന്നത്, അതെന്താ ഉറക്കാത്തത്, അങ്ങനെ ഉറക്കും, ഈ സമയത്താകുമ്പോഴേക്കും ഉറക്കണമല്ലോ എന്നൊക്കെ പറയാം. ഞാനിങ്ങനെ കുറച്ചൊക്കെ പറഞ്ഞു നോക്കും, അല്ല അത് ഞാനിങ്ങനെ പിടി വിടായിട്ടാണ് എന്നൊക്കെ പറയും. സാധാരണ കുട്ടികൾ കമിഴ്ന്നോ അല്ലെങ്കിൽ ചെരിഞ്ഞോ അങ്ങനെ ആവുമ്പോൾ അവർ തല പൊക്കണോ, ആ സമയത്ത് അതങ്ങോട്ട് തല ശരിയാവും. അല്ലാണ്ട് നമ്മൾ എന്തിനായി ട്രെയിനിങ് കൊടുക്കുന്നത്? അപ്പൊ അവര് സമ്മതിച്ചു തരില്ല. അപ്പൊ പറയും, അല്ലല്ല, എൻ്റെ പേരക്കുട്ടികൾ ഇങ്ങനെ ഒന്നല്ലായിരുന്നു, എൻ്റെ പേരക്കുട്ടികൾ നേരത്തെ എത്രയോ മുൻപ് തന്നെ അങ്ങനെയായിരുന്നു, ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങും. അപ്പൊ ഞാൻ എന്നൊക്കെ പറയും. പിന്നെ അവർ കാണുമ്പോൾ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അവർ പറയും, കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്, അവന് തലയ്ക്ക് സുഖമില്ല, കഴുത്തിന് സുഖമില്ല എന്നൊക്കെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നമ്മുടെ മുഖത്തടിച്ച പോലെ ഇങ്ങനെ പറയും നമ്മളടുത്ത്. അപ്പം അല്ലെങ്കിലേ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ഉള്ളൊരവസ്ഥയാണ് എൻ്റെ ആ ഒരു ടൈം. അങ്ങനെയാണല്ലോ, ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ എന്താണ് പുറത്ത് ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാറ് വരും, വണ്ടി വരുമ്പോൾ പേടിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ വരുന്നത്. അങ്ങനെയുള്ള എൻ്റെ അടുത്താണ് ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ. അപ്പം അപ്പൊ പിന്നെ അവരിങ്ങനെ പറയാൻ തുടങ്ങി. ഇങ്ങനെ തന്നെ പറയും, കുട്ടിയുടെ കഴുത്തിന് എന്തോ കുഴപ്പമുണ്ട്, എന്തോ അസുഖമുണ്ട്, എന്തോ തലയ്ക്ക് എന്തോ അസുഖമുണ്ട് എന്നൊക്കെ അങ്ങോട്ട് പറയും. പിന്നെ ആരെങ്കിലുമൊക്കെ കാണാൻ വരുമ്പോൾ അവരുടെ അടുത്തും പറയും. ഇപ്പൊ ഇവരിങ്ങനെ എപ്പോഴായിട്ടെങ്കിലും വീട്ടിലുണ്ടാവുമല്ലോ, ആരെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ ആരെങ്കിലും വേറെ ആൾക്കാർ വരുമ്പോൾ അവരുടെ അടുത്തും പറയും, അവനെ കഴുത്തിന് നല്ല സുഖമില്ല, അവന് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് കുട്ടിക്ക് എന്നൊക്കെ അങ്ങനെ പറയും. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഞാനിങ്ങനെ
എന്താണ് എന്നുള്ള നമുക്കൊരു പേടി വരും. ഒന്നുമില്ല എന്നൊക്കെ നമ്മളെല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇത് ഒരാള് നമ്മളുടെ ഒരു അന്നത്തെ ഒരു മാനസികാവസ്ഥയിൽ ഇതിങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ആർക്കായാലും ഒരു ടെൻഷൻ വരും. ആ ടെൻഷൻ കൂടി കൂടി അത് ഞാൻ പിന്നെ ഇവിടെ ഈ വീട്ടിൽ ഇങ്ങോട്ട് വരും ചെയ്തല്ലോ, കുറെ നാൾ എൻ്റെ വീട്ടിൽ നിന്നിട്ട് ഇങ്ങോട്ട് വരും ചെയ്തൊരു അവസ്ഥയാണല്ലോ. അപ്പം ഞാൻ പിന്നെ പിന്നെ എൻ്റെ ഉറക്കമൊക്കെ പോയി. പിന്നെ ആരെങ്കിലും വരുമ്പോഴും അവരടുത്തും പറയുവേ ഇങ്ങനെ എന്തോ കുഴപ്പമുണ്ട് തന്നെ പറയും. അതൊരു ദിവസം ദിവസം എന്ന് വെച്ച പോലെ ഇങ്ങനെ കേൾക്കല്ലേ. എന്നിട്ട് പിന്നെ അവരിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തല വിടുക, കണ്ടാ എന്ന് പറയും. അപ്പൊ എന്താ ആ തല ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് വിടുമ്പോ കുട്ടി ഇങ്ങനെ ആവില്ലേ. അപ്പൊ അത് കണ്ടാ ഇങ്ങനെ തല കഴുത്ത് ഇങ്ങനെയാണ് ഉറക്കാത്തതാണ്, എന്തോ പ്രശ്നം അങ്ങനെയൊക്കെ കാണിച്ചിട്ട് നമ്മളെ പ്രശ്നമില്ല പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് കാണിച്ചു തരും. അതൊക്കെ കാണുമ്പോൾ ഇങ്ങോട്ട് പേടിച്ചതാവും. എന്നിട്ട് പിന്നെ ഉറക്കമില്ലാണ്ടേ രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചില്ലേ, നമുക്ക് ഇങ്ങനെ ഓരോ ആലോചന വരില്ലേ. അപ്പൊ ഞാൻ ഇവനെ വിളിക്കുമോ, ഈ ഉറങ്ങി കിടക്കണ കുഞ്ഞിനെ ഉണർത്തും, ഞാനിങ്ങനെ തട്ടി തട്ടി ഉണർത്തും. എന്നിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആരും ഇല്ലാത്തവർക്ക് വേണ്ടി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനൊക്കെ അങ്ങനെ. അപ്പോൾ ഞാൻ അവനിങ്ങനെ ഉണർത്തും, ഉറങ്ങണ കുട്ടീനെ ഉണർത്തിയിട്ട് നിർബന്ധപൂർവ്വം ഉണർത്തിയെടുക്കും. ഏതെങ്കിലും അമ്മമാരിങ്ങനെ ചെയ്യോ, രാത്രിയോ 3 മാസം പ്രായമുള്ള കുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മതി എന്ന് ഒക്കെ ഉള്ള സമയങ്ങളാണല്ലോ ഇത്. ഞാൻ ഈ ഉറങ്ങണ കുട്ടീനെ ഉണർത്തും, തട്ടി തട്ടി ഇങ്ങനെ ഉണർത്തി കുലുക്കി ഉണർത്തും. എന്നിട്ട് ഞാനിങ്ങനെ ഓരോ ടെസ്റ്റുകൾ ഇങ്ങനെ ചെയ്യും രാത്രി ഇരുന്നിട്ട്. ഇങ്ങനെ കമഴ്ത്തി ഇടും, ഇങ്ങനെ പിടിച്ചു നോക്കും, പൊക്കി നോക്കും, ഇങ്ങനെ അങ്ങനെയൊക്കെ ഓരോ ടെസ്റ്റുകൾ ഞാൻ തന്നെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി ഇവനെ. എന്നിട്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഞാൻ ടെസ്റ്റ് തന്നെ, ആരും ഇല്ലാത്ത സമയം നോക്കി ഞാൻ ടെസ്റ്റ് ചെയ്യും അവനെ പേടിച്ചിട്ട്. അപ്പോൾ പിന്നെ എനിക്കും ഇങ്ങനെ സംശയം വരികയല്ലേ എന്തുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ രാവിലെ പകല് കാണുമ്പോഴേ ഇങ്ങനെ പറയും ചെയ്യും. അപ്പോൾ പിന്നെ സംശയം, നമ്മൾ എന്തെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കുഴപ്പത്തിലേക്ക് പോകും. നമ്മളുടെ മനസ്സ് അങ്ങനെ ആയി പോവില്ലേ. അങ്ങനെ വിഷുവിൻ്റെ അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഒക്കെ വന്നു കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്നത്തെ ദിവസം വിഷുവിൻ്റെ അന്ന് അവരിവിടെ ഉണ്ട്. അച്ഛനും അമ്മയൊക്കെ വന്നപ്പോൾ അമ്മോട് പറഞ്ഞു, അതെ കുട്ടിയുടെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, കഴുത്ത് കണ്ടില്ലേ, കഴുത്തൊന്നും ഉറച്ചിട്ടില്ല, ഡോക്ടറെയാണ് കാണിച്ചുകൊണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു, അതിനെന്താ അത് ഒരു 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞല്ലേ, ഇങ്ങനൊക്കെ തന്നെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ 3 മാസം പ്രായമുള്ള കുട്ടികളൊന്നും ഇങ്ങനെയൊന്നല്ല ഉണ്ടാവുക, അത് അവനെന്തോ കുഴപ്പമുണ്ട്, തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അമ്മേന്റെ ജീവൻ വേപ്പെട്ട് ഇങ്ങനെ നിൽക്കുക, പേടിച്ചു അമ്മ. നമ്മൾ ആദ്യം മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാനാണ് പഠിക്കേണ്ടത്. എങ്ങനെ സംസാരിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. അത് പറയുന്ന രീതികളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കാണ്ടുള്ള ഒരു രീതി, ചിലവർ പറയും ഇത് എൻ്റെ രീതി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർ ഒരു എക്സ്ക്യൂസ് കൊടുക്കുന്നതാണ്, പ്രായമുള്ളവരല്ലേ അങ്ങനെയൊക്കെ തന്നെ ആവും, പ്രായമുള്ളവരൊക്കെ ക്ഷമിച്ചേക്ക്, അല്ലെങ്കിൽ പ്രായമുള്ളവരോട് ക്ഷമിക്കണം, അവരുടെ വർത്താനൊക്കെ അങ്ങനെ തന്നെ, എല്ലാത്തിനും ഒരു എക്സ്ക്യൂസ് ഉണ്ട്. ആ ഒരു എക്സ്ക്യൂസ് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം പ്രായമുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രായമാവുക എന്ന് പറഞ്ഞാൽ എന്തും പറയാനുള്ള ലൈസൻസ് നേടുക എന്നുള്ളതല്ല. അവർക്ക് നമ്മളെക്കാളും വിവേകമുണ്ട്, വിവരമുണ്ട്, ഇത്രയും കാലം ജീവിച്ചതിൻ്റെ ഒരു പരിചയമുണ്ട്. എല്ലാം കൊണ്ടും അവർ ഭയങ്കര പക്വതയുള്ള ആൾക്കാർ, നമ്മളെക്കാളും വളരെ വിവേകവും പക്വതയും കൂടിയ ആൾക്കാരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആവണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് വയസ്സാവുക എന്ന് പറഞ്ഞാൽ എന്തും പറയാനുള്ള ലൈസൻസ് നേടുക എന്നുള്ളതല്ല. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയുള്ള ഒരു സംസാര രീതി അവർക്ക് ആദ്യം തന്നെ അവർ അങ്ങനെയൊന്നും ആയിരിക്കില്ല. പിന്നെ എല്ലാവരും ഒരു എക്സ്ക്യൂസ് കൊടുത്തിട്ട് അവർ അങ്ങനെ ആയി മാറുന്നതാണോ ഈ പ്രായമുള്ളവർ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെയുള്ള ഒരു ഇതിൻ്റെ മുകളിൽ അമ്മയ്ക്കും ആകെ പേടിയായി. എന്നിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി, എടപ്പാൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയപ്പോൾ ഡോക്ടർ അമ്മേനോട് പറഞ്ഞു, അല്ല അമ്മേ, നിങ്ങൾ ഇത്രയും പ്രായമുള്ള ഒരു അമ്മയല്ലേ, ഇത്രയും മക്കളെയൊക്കെ പ്രസവിച്ച് വളർത്തി, അപ്പോൾ ഇങ്ങനെ മോള് പറയുകയാണെങ്കിൽ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ, ഇവനെന്താ കുഴപ്പം. ഡോക്ടർ ഇങ്ങനെ ഒരു കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ അവനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പൊ എങ്ങനെയായി, ഇപ്പൊ അമ്മ ആരായി, വാദി പ്രതിയായി. അമ്മ ഇങ്ങനെയുള്ളൊരു കാരണം കൊണ്ടാണ് എത്തിയത്. അപ്പൊ അമ്മേനെ പ്രതിയാക്കി ഡോക്ടർ. അപ്പൊ പിന്നെ അവിടെ നിന്ന് ഒരു കുഴപ്പമില്ല പറഞ്ഞിട്ട് വിട്ടു.
പക്ഷെ എൻ്റെ മനസ്സിൽ അന്നത്തെ ഇന്നാണെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നിലും വീഴുന്ന ടൈപ്പ് ഒന്നല്ല കേട്ടോ. ഇപ്പൊ ഭയങ്കര സ്ട്രോങ് ആണ്. അന്ന് പക്ഷെ ആ ഒരു അവസ്ഥയാണ് എന്നെ ഭയങ്കര സംശയത്തിലാക്കി. അത് ഇത്രയും ദിവസം ഇങ്ങനെ കേട്ടിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. എനിക്ക് എപ്പോഴും അവനെ ഒരു എന്തോ മനസ്സിൽ കിടക്കുന്നുണ്ട് എൻ്റെ ഒരു പേടി. അങ്ങനെ കുഴപ്പമില്ല പറഞ്ഞിട്ട് വിട്ടു. അങ്ങനെ പിന്നെ വീട്ടില് ചെന്നു സ്കാനിങ് ഒക്കെ വേണമെന്നൊക്കെ ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയിരുന്നു. ഡോക്ടർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. എന്നിട്ട് പിന്നെ ഞാൻ ചോറൂണിൻ്റെ സമയത്താണ് ഏട്ടൻ വന്നിട്ടുള്ളത്. അവന് അതിൻ്റെ മുൻപ് ഇങ്ങനെ വരാൻ നോക്കിയുള്ള സമയത്ത് അന്ന് പ്രസവ സമയത്ത് എത്താൻ പറ്റിയില്ലല്ലോ. പിന്നെ ഏതായാലും സൂര്യനുള്ള വിസയും ഞങ്ങളുടെ ടിക്കറ്റും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചോറൂണും എല്ലാം കൂടി ഉണ്ടല്ലോ. ചോറൂണ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുമിച്ച് അങ്ങ് പോകാൻ വേണ്ടിയിട്ട് ആ മെയ് മാസത്തിൽ മെയ് 14 ആകുമ്പോഴേക്കും 5-ാം മാസത്തിലാണല്ലോ, 5 കഴിഞ്ഞ് 6-ാം മാസത്തിലാണ് ചോറൂണ് ഉണ്ടായിരിക്കുക. അപ്പൊ ആ സമയത്താണ് വന്നത്. അപ്പോഴാണ് പിന്നെ ഞാനും സൂര്യനും ഇങ്ങോട്ട് കാടാമ്പുഴയ്ക്ക് തന്നെ വരുന്നത്. എന്നിട്ട് ചോറൂണൊക്കെ ഗുരുവായൂർ വെച്ചിട്ടും അവിടെയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കാടാമ്പുഴ അമ്പലത്തിൽ വെച്ചിട്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഓരോ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. എന്നിട്ട് പിന്നെ കാടാമ്പുഴ ഞങ്ങള് ചോറൂണിനും കാര്യത്തിനൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 10 ദിവസത്തെ ലീവിനാണ് വന്നിരിക്കുന്നത് ഏട്ടൻ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ 10-15 ദിവസം അത്രേ ഉള്ളൂ. പിന്നെയും ഇവിടെ എത്തിയപ്പോ വീണ്ടും അവരെന്നെ കാണുമല്ലോ, അവരെപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടില്. അങ്ങനെ ആ പഴയ പല്ലവി എന്നെ പറയാൻ തുടങ്ങി. എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ അവന്റെ തലയ്ക്ക് ഒരു കുഴപ്പമുണ്ട് എന്ന് തന്നെ പറയും. കഴുത്ത് എന്തോ ഉറച്ചിട്ടില്ല. അപ്പൊ എല്ലാരും ഇങ്ങനെ ഞങ്ങളൊക്കെ പറയും ഡോക്ടർ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ഡൗട്ട് മാറിയിട്ടില്ല. അവർക്കും അതെന്തോ അവരും വിശ്വസിച്ചു പോരുന്നു. എന്ത് കാരണം കൊണ്ടാന്ന് അറിയില്ല. ഞാൻ വീണ്ടും ഇതേപോലെ ഇവിടെ വന്നപ്പോ വീണ്ടും എൻ്റെ ഉറക്കം പോയി. അവനെ ഉണർത്താൻ തുടങ്ങി. രാത്രിയാണല്ലോ നമുക്ക് കൂടുതൽ ചിന്തകളൊക്കെ വരിക. പകലാരെങ്കിലൊക്കെ ആയിട്ട് അങ്ങോട്ട് പൊക്കോളും. പക്ഷെ ഉള്ളിൽ ഇങ്ങനെ വിഷമങ്ങൾ ഉണ്ടായിരിക്കും. ഇവനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടിയിട്ട് വേണം ടെസ്റ്റ് ചെയ്യാന്നുള്ള പോലെ. അപ്പോൾ ഒറ്റയ്ക്ക് കിട്ടുക ഇതേപോലെ ആരും ഇല്ലാത്ത സമയത്ത് എപ്പോഴാണ് കിട്ടുന്നത് വെച്ചാൽ അപ്പോഴൊക്കെ ഞാൻ അവനങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടുന്ന് കുമ്പിടിന്നൊക്കെ ഒരുവിധം മാറി വന്നതായിരുന്നു. ഇവിടെ വന്ന് വീണ്ടും തുടങ്ങി. എന്നിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് പിന്നെ ഞാൻ നിർബന്ധപൂർവ്വം പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, ഇവനെ ഒന്നുകൂടി കാണിക്കണം എന്നുള്ളതൊക്കെ. എന്നിട്ട് പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ അടുത്ത് ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അപ്പൊ എന്തോ ഡോക്ടർ എന്നാ ശരി സ്കാൻ ചെയ്യാന്നുള്ളവരെത്തി, സ്കാനിങ് ആക്കാം എന്നുള്ളത് സ്കാനിങ്ങിലേക്ക് പോയി. അങ്ങനെ പോവാനുള്ള ദിവസമൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്കാൻ ചെയ്തിട്ട് എന്താവോ എന്തോ, അതായത് ടിക്കറ്റും വിസയും ഒക്കെ എടുത്ത് ഞങ്ങൾ പിറ്റേന്ന് പോവാനുള്ള എല്ലാ പാക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് പോവാനുള്ള എല്ലാം ഇതുമായിട്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഈ സ്കാനിങ് എന്താവും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. എന്താണ് ഇനിയിപ്പോൾ കേൾക്കുക ഞാനുള്ളത്. അതായത് കുഴപ്പമില്ലാന്നുണ്ട്, മനസ്സിലൊക്കെ ഉണ്ട്, അറിയാം കുഴപ്പമില്ലാന്നൊന്ന് ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷെ എൻ്റെ അന്നത്തെ ഒരു ഇത് വെച്ചിട്ട് ആവശ്യമില്ലാതെ ഇങ്ങനെ തിങ്ക് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. ഇപ്പം അങ്ങനെയൊന്നല്ല. ഞാൻ അന്ന് അങ്ങനെ പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയും അങ്ങനെ പല അവസ്ഥയിൽ കൂടെ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ ഒക്കെ IVF ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ടൊക്കെ ഭയങ്കര ക്ഷീണം വന്നിട്ടുണ്ടായിരിക്കും. പഴയ ഒരു ശക്തിയൊന്നും നമ്മുടെ മനസ്സിനൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ അത് കാരണം കൊണ്ടായിരിക്കും എന്തൊക്കെയാണോ ഇനി ഉണ്ടാവുക എന്നുള്ളൊരു ഭയങ്കര പേടി ഉണ്ടായിരുന്നു. സ്കാനിങ് റിപ്പോർട്ടൊക്കെ വാങ്ങിക്കുന്നൊക്കെ. സ്കാനിങ് ഒക്കെ കഴിഞ്ഞു, കുഴപ്പമില്ല എന്നുള്ള റിസൾട്ടൊക്കെ വന്നു. സ്കാനിങ്ങും കാണിച്ചു തന്നു, ഒരു കുഴപ്പമില്ല കുട്ടിക്ക് എന്നുള്ളത്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് കണ്ടിട്ട് പറഞ്ഞു അതെ മോനൊരു കുഴപ്പമില്ല, സ്കാൻ ചെയ്ത റിപ്പോർട്ട് ഇതാ, സ്കാൻ ചെയ്തു ഡോക്ടർ പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ചെറിയ കുട്ടീനെ സ്കാൻ ചെയ്തോ, ഇനിയിപ്പോ അതിനെന്തെങ്കിലും അസുഖം വരില്ലേ, സ്കാനിങ് ഒക്കെ തലയ്ക്കൊക്കെ ചെയ്തിട്ട് ഇനി എന്തെങ്കിലും കുഴപ്പം വരില്ലേ ഇത്ര ചെറുപ്പത്തിൽ സ്കാൻ ചെയ്താന്ന്. ഇപ്പൊ ഞാനാരായി? അത് കേട്ടപ്പോ പിന്നെ ഒന്നും വരാൻ നിന്നില്ല. ഇനി ഏതായാലും നാളെ പോവല്ലേ, അങ്ങനെ ഇനിയിപ്പോ ഏതായാലും പോവായില്ലേ, ഇനിയിപ്പോ എന്ത് പറയാനാ, നമ്മളുടെ മനസ്സമാധാനമാണല്ലോ നമുക്ക് വലുത്. അങ്ങനെ പിറ്റേന്ന് തന്നെയാണ് തോന്നുന്നത്, തലേന്നാണെന്ന് സ്കാനിങ് റിപ്പോർട്ട് സ്കാൻ ചെയ്തതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ പിറ്റേന്നാണ് ഞങ്ങള് അങ്ങനെ നാട് വിടുന്നത്. അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ നമ്മള് ആ സമയത്തായിരുന്നു ഒരു പേപ്പറിലൊക്കെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഗൾഫിൽ നിന്ന്
അല്ല ഗൾഫിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് നാട്ടിൽ വന്നിട്ട് കുഞ്ഞായതിന് ശേഷം തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഫ്ലൈറ്റിൽ വെച്ചിട്ട് പാല് കൊടുത്തപ്പോൾ ആ കുട്ടിക്ക് എന്തോ ഇങ്ങനെ അത് ശ്വാസനാളത്തിൽ കുടുങ്ങേ അങ്ങനെ എന്തോ ഉണ്ടായിട്ട് കുഞ്ഞ് ഫ്ലൈറ്റിൽ വെച്ചിട്ട് മരിച്ചു. അത് ഈ ഞാനിങ്ങനെ പോവാനുള്ള 2-3 ദിവസത്തിൻ്റെ ആ സമയത്തായിരുന്നു പേപ്പറിൽ ന്യൂസ് വന്നത്. ഫ്രണ്ട് ഇതിൽ തന്നെ ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ആ അമ്മയ്ക്കും എല്ലാവർക്കും പേടിയായി. എൻ്റെ അടുത്ത് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, നീ എന്ത് തന്നെ ആയാലും ഫ്ലൈറ്റിൽ വെച്ചിട്ട് പാല് കൊടുക്കരുത്, എയർപോർട്ടിൽ വെച്ച് പാല് കൊടുക്കുക, എന്നിട്ട് ഫ്ലൈറ്റ് കയറിയ കുഞ്ഞ് കരഞ്ഞോട്ടെ എന്നാലും പാല് കൊടുക്കരുത് എന്നുള്ളത് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു. അമ്മ അച്ഛൻ ചേച്ചിയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ അവരുടെ അടുത്തുനിന്ന് അങ്ങോട്ട് കണ്ണ് പറഞ്ഞങ്ങ് അവരുടെ കണ്ണിന്റെ മുന്നിൽ നിന്ന് ഞാനും സൂര്യനൊക്കെ അങ്ങോട്ട് പോകുമ്പോ പിന്നെ അവർക്കാണ് ടെൻഷൻ ഉണ്ടാവുക. പിന്നെ നമുക്കല്ല ടെൻഷൻ ഉണ്ടാവുക, അവർക്കാണ് ടെൻഷൻ ഉണ്ടാവുക. അങ്ങനെ ഞങ്ങളും 3 പേരും കൂടിയിട്ട് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറി. പിന്നെ അമ്മ അച്ഛനൊക്കെ പറഞ്ഞ പോലെ എയർപോർട്ടിൽ വെച്ചിട്ട് തന്നെ പാലൊക്കെ കൊടുത്തിട്ടുള്ളൂ, ഫ്ലൈറ്റിലൊന്നും കയറിയിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതുള്ള വിവരം അമ്മേനോടും അച്ഛനടുത്തും ചേച്ചിയോടത്തൊക്കെ പറഞ്ഞപ്പോഴായിരിക്കും അവരെ പിടിച്ചു വെച്ച ശ്വാസം ഒന്ന് വിട്ടിട്ടൊന്ന് റിലാക്സ് ആയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ പിന്നെയുള്ള ജീവിതം UAE-യിലായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ IVF സ്റ്റോറി, പ്രഗ്നൻസി ആൻഡ് ഡെലിവറി, പിന്നെ പോസ്റ്റ്മോർട്ടം സ്റ്റോറി. ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് കൂടി ഞാൻ ഷെയർ ചെയ്തതാണ്. ഇതിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു എന്താ പറയുക മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു സമാധാനോ എന്നെ പോലെ അനുഭവിച്ചവരും അല്ലെങ്കിൽ ഇതുപോലെ IVF ട്രീറ്റ്മെന്റിന് നിൽക്കുന്നവരും ഒക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ IVF ട്രീറ്റ്മെന്റ് വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നവരും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ബാക്കിയുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും, അവരേനെ അതൊക്കെ ആലോചിച്ച് ബുദ്ധിമുട്ടുന്നവരും അങ്ങനെയുള്ള കുറേ പേരുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ഈ സ്റ്റോറി ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എഴുതിയിട്ടുണ്ട്. അന്ന് തന്നെ അതിൻ്റെ കമൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് അറിയാവുന്നതാണ് ഇങ്ങനെ അനുഭവിക്കുന്ന ടെൻഷനുകളും, ഇങ്ങനെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ IVF ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് പറയും, അങ്ങനെയൊക്കെ ഒരുപാട് ദുഃഖിക്കുന്ന, ഒരുപാട് ടെൻഷൻ അടിക്കുന്ന സ്ത്രീകളുണ്ട് എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരിന്, സ്ത്രീകൾ മാത്രമല്ല അവരുടെ ഭർത്താക്കന്മാർക്കും ഉണ്ടായിരിക്കും പലതരം വിഷമങ്ങളും ഒക്കെ. അപ്പം അവർക്കൊക്കെ എൻ്റെ ഈ ജീവിത കഥ, ഈ ഒരു ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു സമാധാനം കിട്ടും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഇതിൽ IVF സ്റ്റോറിയിൽ തന്നെ ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേദന ഉണ്ടാവുമോ എന്നുള്ളത്. IVF ട്രീറ്റ്മെന്റിന് ഇറങ്ങുമ്പോൾ വേദന ഉണ്ടാവുമോ? അതിന് ഞാൻ എന്ത് റിപ്ലൈ കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു. അതങ്ങനെ ഒറ്റ വാക്കിൽ എഴുതാൻ പറ്റില്ല. ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ വേദന ഉണ്ടാവുമോ ചോദിച്ചാൽ വേദന ഉണ്ടാവും എന്ന് പറയാം. ഇതിനാണെങ്കിൽ ഒരുപാട് വേദന ഉണ്ടാവും. ഞാൻ പേടിപ്പിക്കുന്നതല്ല, പേടിക്കാനുള്ള ഒരു കാര്യവും ഇല്ല. ഇതിൽ നമ്മൾ ഒരു കാര്യം നേടാൻ പോവുകയാണ്. അതിന് ഒരുപാട് നമ്മളിങ്ങനെ എന്താ പറയാ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ അതിലേക്ക് എത്തണം എന്ന് പറയുന്നത് എന്താ പറയാ ഒരു സങ്കടങ്ങളും അല്ലെങ്കിൽ വേദനകളും അറിയാണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന് പറയാ അങ്ങനൊന്നും നമ്മൾ വിചാരിക്കരുത്. നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു കുഞ്ഞ് വേണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പല വിധത്തിൽ നേരിടേണ്ടി വരും. ആ പോകുന്ന വഴികളൊക്കെ ചിലപ്പോൾ വേദനകളൊക്കെ നിറഞ്ഞു തന്നെ ആയിരിക്കും. അതെന്ന് വിചാരിച്ച് പേടിച്ച് നിൽക്കാൻ പാടുണ്ടോ? നമ്മൾ അങ്ങനെ അയ്യോ അങ്ങനെ ഒരു വേദനിക്കോ അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖത്തിന് ട്രീറ്റ്മെന്റിന് പോവുകയാണെങ്കിൽ എന്തൊക്കെ തരം ട്രീറ്റ്മെന്റുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ സർജറി വേണ്ടി വരും, ചിലപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യും. അങ്ങനെ പലവിധ കാര്യങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ പോവുക. അതൊക്കെ പേടിച്ചിട്ട് നമ്മൾ ആ ട്രീറ്റ്മെന്റ് വേണ്ട എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എന്തിനു പേടിക്കണം? IVF-നെ അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെന്റുകൾ, നമുക്കൊരു അസുഖം ഉണ്ട്, നമ്മൾ അത് ചികിത്സിച്ച് ഭേദാക്കല്ലേ വേണ്ടത്. അതിപ്പോ നമുക്കിപ്പോ ഒരു വന്ധ്യതയാണെങ്കിൽ അത് ചികിത്സിക്കണ്ടേ? അതിപ്പോ മറ്റുള്ളവരെ പേടിച്ചിട്ട് നമുക്കിങ്ങനെ മറ്റുള്ളവരെ പറയുന്നതിനനുസരിച്ചിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഈ മോഡേൺ മെഡിസിൻ എന്നൊക്കെ പറയുന്നത് മനുഷ്യ നന്മയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിലൊക്കെ പെടുന്നത് തന്നെയാണ് ഈ IVF ട്രീറ്റ്മെന്റും ബാക്കിയുള്ള ഓരോ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ്. ഇപ്പോഴത്തെ മോഡേൺ മെഡിസിനിൽ എന്തൊക്കെ തരം ട്രീറ്റ്മെന്റുകൾ ഉണ്ട് ഓരോ അസുഖത്തിനും. അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും വീട്ടിലിരിക്കുമോ?
നമുക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത്ര അതുപോലെ എടുത്താൽ മതി. IVF-ന്റെ കാര്യം, അല്ലെങ്കിൽ ഈ നമ്മളുടെ വന്ധ്യതയായാലും എന്തെങ്കിലും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരായാലും അതിന് നമുക്ക് എന്ത് ട്രീറ്റ്മെന്റാണ് നമ്മൾ ഡോക്ടർ പറയുന്നത് അതിനനുസരിച്ച് നീങ്ങുക. കൂടെ ദൈവവിശ്വാസം, പ്രാർത്ഥിക്കുക, അതൊക്കെ കൂടെ കൊണ്ടുപോവുക, അത്ര തന്നെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത വ്ലോഗിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.